ഇല്ല, മനസ്സിലായിട്ടില്ല. കൊറേ കാലായി കണ്ടിട്ട്, എന്നാലും ഉണ്ണിവല്യമ്മ മറന്നൂല്ലെന്ന് ഓർക്കുമ്പോ. എന്റെ കൃഷ്ണ, നല്ല മുഖപരിചയുണ്ട്. പാലത്തെ വേണുവിന് ഓർമ്മയുണ്ടോ? അയ്യോ, എനിക്കിതെന്താ പറ്റിയേ? പുറനാട്ടിൽ എവിടെയല്ലേ നീ? അമേരിക്കയിലാ. എന്ന് വന്നു? കുറച്ചു ദിവസമായി. ഞാൻ തങ്കത്തിനെ വിളിച്ചിരുന്നു. തങ്കവും ഞാനും ഒരുമിച്ച് പഠിച്ചതല്ലേ? കുട്ടി എത്രയോ ഇവിടെ വന്നിരിക്കണു. ഗംഗാധര മേനോന്റെ മോളല്ലേ? സുമ. ഉണ്ണിയമ്മ ആയുസിൽ ഒരിക്കൽ കണ്ട ഒരാൾ മറക്കാത്തതാ. ഇതിപ്പോ എന്തേ പറ്റിയാവോ? പ്രായം എത്രയായിന്നാ? കുട്ടികളൊന്നും വന്നില്ലേ? ഒരു മോളേ ഉള്ളൂ. അവളെ വല്യമ്മ കണ്ടിരിക്കണു. പൊന്നോർത്തെ വിജയത്തിന്റെ മോളുടെ കല്യാണത്തിന് കൊറേ സംസാരിച്ചെന്നൊക്കെ പറഞ്ഞോള്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വെടിക്ക കല്യാണം വല്ലതും ഇല്ല, ഈ വരവില് നടത്തണമെന്നാ. അവള് കോളേജ് പഠിത്തം മുഴുവനും കോഴിക്കോടിന്റെ ഏട്ടന്റെ വീട്ടിൽ താമസിച്ചായിരുന്നു. തങ്കത്തിന്റെ മനുവിനേക്കാൾ 3 വയസ്സിന് എളപ്പാ. എന്തേ കൂട്ടിയില്ല? കാർത്തിയാനി പോയി ചായ കൊണ്ടുവരൂ. പിന്നെ ഉച്ചയ്ക്ക് ഊണിന് ഇവരും കൂടെ ഉണ്ടാവും. പോ. പറ വിശേഷങ്ങള്. ചോറ് ഞാനിപ്പോ അത് എങ്ങോട്ട് കഴിക്കണമെന്ന് പറയാൻ പറ്റില്ല അല്ലേ ബാലാമണി? പിന്നെ വല്ലാണ്ട് കുറഞ്ഞു. മുമ്പ് 6 നേരം കഴിച്ചിരുന്ന ഇപ്പൊ 5-5:30 ആയില്ലേ? ഈ ആഹാരം എങ്ങനെ കഴിക്കാന്നല്ലാണ്ട് വേറെ എന്താ രസമുള്ളത്? പിന്നെ രസം ഒട്ടും കുറയ്ക്കണ്ട. അങ്ങനെ കോയിച്ചങ്ങോട്ട് തട്ടിക്കോ. പാലത്തെ വേണമെന്നും ഭാര്യയാണ് ഉമ്മർത്ത്. ഊണൊക്കെ വെടുപ്പായിട്ടായിക്കോട്ടെ. ഇത്തിരി വെള്ളം കൂടെ കുടിക്കേ. അണ്ണാക്ക് കുടുങ്ങി ചാകണ്ട. എന്തൊക്കെ കാലായി? എന്റെ ജീവൻ പോണ തരം മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ ആയിരിക്കണു. പാലത്തെ അമേരിക്കയിലുള്ള വേണോ? എന്താ ഇപ്പൊ ഒരു വിസിറ്റ്? ചുറ്റി പറ്റി നിന്നിട്ടും അങ്ങോട്ട് കിട്ടിയില്ല. എന്റെ ഒരു ഊഹം പറയാട്ടോ, അവർക്ക് ഒറ്റ മോളാ. തങ്കത്തിന്റെ ചെക്കനെ കൊണ്ട് അതിനെ കെട്ടിക്കാനൊക്കെ ആവോ? ആയിക്കൂടായില്ല. തങ്കല്ലേ ആള്. പിടി പുളിങ്കൊമ്പിലേ പിടിക്കൂ. പണക്കാരല്ലെങ്കിലും അവർക്ക് മേലെയുള്ള ബന്ധേ നോക്കൂ. ഇനിയിപ്പൊ ഇവരാണോ ചെക്കനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോണത്? അതറിയില്ല. ഏതായാലും ചെക്കന്റെ മൊഞ്ചിന് നല്ല കിണ്ണം കാച്ചിയ പെൺകുട്ടികളെ കിട്ടും. അതെ അതെ. എന്താ പാല? ഒന്ന് ചോദിക്കാൻ വന്നതാ. തെറ്റാണെങ്കിൽ അടുക്കളക്കാരി കുട്ടിയുടെ അറിവില്ലായ്മയിട്ട് ക്ഷമിക്കണം. എന്താ ഇപ്പോ ഭയങ്കര ഒരു പ്രിഫൈസ്? എന്തു പറ്റി? എന്നോട് കാണിക്കണ ഇഷ്ടം എന്തിനാ? വെറുതെ ഒരു നേരം പോക്കാ? ഒരു തമാശ ആണെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. അർഹിക്കാത്തത് മനസ്സിൽ കൊണ്ടുനടന്ന് ഉടക്കം നിലവിളിക്കാൻ എനിക്ക് വയ്യ. എന്താ ഇത്? പറയൂ. ഒക്കെ കളിയായിട്ടാ കൂട്ടിയെ? തുടക്കത്തില്. പക്ഷെ ഇപ്പൊ അത് കാര്യമാണ്. എന്നുവെച്ചാ വലിയ കാര്യം. എന്റെ അമ്മ വരാൻ കാത്തിരിക്കുക. ഞാൻ അമ്മയോട് ഞാൻ പറയും, എനിക്ക് ബാലാമണി എന്നീ കുട്ടിയെ ഇഷ്ടമാണ്, ഞാൻ ഇവിടെ കല്യാണം കഴിക്കുന്നു. കല്യാണം അത് ഉറപ്പിക്കാനല്ലേ അവിടെ അമ്മമ്മ എടുത്തൊരു കൂട്ടിൽ വന്നിരിക്കണേ? ഏത് വേണമെന്നാണെങ്കിലും ആന്റിയോ? ആരാണോ കാർത്തേന വല്യമ്മ അവിടെ വന്ന് പറഞ്ഞത്? അവർക്ക് ചിലപ്പോ അങ്ങനെ ഒരു ഐഡിയ കാണും. പക്ഷെ എന്റെ കല്യാണം ഞാനും എന്റെ അമ്മയും കൂടെ അല്ലേ കുട്ടി തീരുമാനിക്കുക. നിനക്ക് എന്തിന്റെ അസുഖ? അതെ, എന്റെ ഉള്ളിൽ ഇപ്പൊ ഒരു പടി തെരിയുള്ളൂ. മോഹം തന്ന് തെളിയിച്ച പിന്നത് കെടാൻ പാടാവും. ഞാനതിൽ വെന്ത് ചാവുകയുള്ളൂ. മനോട്ട വിട്. പോട്ടെ. എന്താ കാണിക്കണം? എങ്ങോട്ടാ പോണേ? മനോട്ട വിട്. മനോട്ട വിട്. കാണും. ബാലാമണി, മനു നന്ദകുമാറിന് ഈ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന പെൺകുട്ടി അല്ല നീ. ഇരിക്കവിടെ. പക്ഷെ ഇതിനു മുമ്പ് ഞാൻ ഇതുപോലൊരാളെ കണ്ടിട്ടില്ല എന്നത് വേറെ കാര്യം. പിന്നെ ചുമ്മാ തമാശക്ക് പെൺകുട്ടിയോട് ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പഞ്ചാര വാക്ക് പറഞ്ഞൊരു സ്റ്റുപ്പിഡ് റോമിയോ അല്ല ഞാൻ. നിന്നോട് ഞാൻ പറഞ്ഞതെല്ലാം സത്യം മാത്രമാണ്. എന്റെ അമ്മയൊന്ന് വരട്ടെ. സ്റ്റേറ്റ്സിലേക്ക് പോകും മുമ്പ് മിനിമം എൻ എൻഗേജ്മെന്റ് എങ്കിലും നടത്തി വിടുമെന്ന അമ്മയുടെ പ്ലാൻ. എൻഗേജ്മെന്റ് അല്ല, കല്യാണം തന്നെ കഴിക്കാൻ ഞാൻ തയ്യാറാണെന്നും പെൺകുട്ടിയെ തേടി അമ്മ കഷ്ടപ്പെടണ്ട എന്നും പറയാൻ കാത്തിരിക്കാൻ ഞാൻ. എന്തേ? ഗുരുവായൂരപ്പന് മുമ്പിൽ സത്യയിടാൻ പറ്റുമോ? എത്ര തവണ സത്യയിടണം? ഒരു തവണ മതി. ഗുരുവായൂർ അമ്പലനടയിൽ പോയി സത്യം ചെയ്യണോ? വേണ്ട. അല്ലെങ്കിൽ ഇവിടെ തന്നെ വെച്ച് സത്യം ചെയ്യാം. വേണ്ടെന്നേ. ഗുരുവായൂരപ്പനാണെന്ന് വിചാരിച്ചോ? ഇതോ? ആലില, ഓടക്കുഴല്, തൂണിലും തുരുമ്പിലും ഉണ്ടാന്ന് പറയുന്ന ഭഗവാൻ ഈ ചോരലും കാണുമല്ലോ. വേണ്ടെന്നേ. വേണമെന്നേ. വേണ്ട. വേണം.
ആ എത്തി ശങ്കര. ഓ പെട്ടികളൊക്കെ ഉണ്ടാവും. ശങ്കര, ആ അമ്മേ. എന്തിനമ്മേ ഉറക്കൊഴിച്ചിരുന്നേ? കിടക്കായിരുന്നില്ലേ? അതാ നന്നായി. അവൻ കാർ ഓടിച്ച് തനിച്ച് വന്നതല്ലേ സ്റ്റേഷനിലേക്ക്. ഓ അങ്ങനെ, അല്ലാതെ മോളെ കാണാൻ കാത്തിരുന്നല്ല അല്ലേ? ആടി. അമ്മമ്മേ, ഏ ഏത് റൂമാ അമ്മയ്ക്ക്? അല്ല, ഈ ബോക്സസ് ഒക്കെ അങ്ങോട്ട് വെക്കാറുന്നേ. ഡാ, ഈ വീട്ടിൽ നീ എനിക്ക് റൂം ചാർട്ട് ചെയ്യണ്ട. ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ എനിക്കറിയാം എവിടെയാ കിടക്കണ്ടെന്ന്. വരൂ അമ്മേ. അതൊക്കെ പഴയ കഥ. ഇപ്പോ ഇറ്റ്സ് അണ്ടർ മൈ കൺട്രോൾ. എന്താടാ, രാവിലെ എണീറ്റ് കുളിയും തൊഴാൻ പോക്കൊക്കെ ഉണ്ടോ? ഒന്നും തെറ്റിക്കാറില്ല. സന്ധ്യക്കുള്ള നാമജപം പോലും. ഞങ്ങള് ചിലരൊക്കെ അവിടെ ഉണ്ട് തങ്കക്കുട്ടിയെ. കണ്ടു കണ്ടു. എന്ത് കോലാ ഇത്, വല്ലാണ്ട് ചടച്ചു പോയല്ലോ. പിന്നെ ആളെ കണ്ട അറിയാണ്ടായിരുന്നു. മതി 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 സൂഹിപ്പിക്കല്ലേ. അതെ, വല്ല ടിപ്സും പ്രതീക്ഷയാണെങ്കിൽ ആ കൈന്നൊന്നും വീഴില്ല കേട്ടോ. ഡോ, ഇനി ഉണ്ടല്ലോ ചിലരൊക്കെ. എവിടെ ബാലാമണി? അടുക്കളപ്പുറത്ത് എന്താ ചുരണ്ട് നിക്കുന്നത് കണ്ട്. പേശാമണിയമ്മാൾക്ക് നല്ല സുഖമില്ല വയറിന്. എങ്ങനെയാ ഉണ്ടാവുക? 24 മണിക്കൂറും ചവയല്ലേ ചവ. എനിക്കിത്തിരി പ്രശ്നങ്ങൾ പറയാനുണ്ടായിരുന്നു. എനിക്കും. ദേ, അവളൊരു ദൂരയാത്ര കഴിഞ്ഞു വരിക. ഇത്തിരി വെള്ളം ചൂടാക്കി കുളിമുറി കൊണ്ടുവയ്ക്കേ. വാ മോളെ. പാറുട്ടിയും എങ്ങടാ? മറപ്പരയ്ക്ക് പറ്റില്ല, വെള്ളം ചൂടാക്കണം. ഇവിടെ പറഞ്ഞാ വെള്ളം ചൂടാവോ? പോയി തീ പിടിപ്പിക്കേ. ഈ വെറുതെ അങ്ങോട്ട് പിടിക്കോ? വിറക് പറയെ പോയി വിറകെടുത്തോണ്ട് വരിക. വിറക് എടുത്തു വിചാരിക്കുക. പോയി വെള്ളം കോരിക്കേ. വെള്ളം കോരിയെന്നങ്ങോട്ട് വിചാരിക്കുക. ചെമ്പെടുത്ത് കെന്റിക്കരയ്ക്ക് നടന്നോളുക. ഞാൻ പുറകിലുണ്ടെന്ന് വിചാരിക്കുക. കാർത്തിക് നടന്നോ. ഞാൻ നടന്നു അങ്ങോട്ട് വിചാരിക്കുക. എന്നിട്ട് മുമ്പിൽ അങ്ങോട്ട് നടന്നോളുക. ഏയ്, ചോദ്യോത്തര പങ്ക്തി കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ. ആയമ്മ വരുന്നേക്ക് നല്ല നിശ്ചയുണ്ടായിരുന്നു. കുളിമുറിയില് വെള്ളം റെഡിയാ. പിന്നെ ഇരുട്ടത്തധികം നിക്കണ്ട. കുമ്പിട് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇന്ന് വെള്ളിയാഴ്ചയാ. അയ്യോ, ഇത് ബാലാമണിക്ക്. ദാ, വാങ്ങിച്ചോ. വേൾഡ് പിശുക്കി നമ്പർ 1 കൈന്നാ കിട്ടിയത്. യു ആർ ലക്കി ബാലാമണി. എന്ത് തോന്നി? ഡാ, കുശവ. എന്റെ അമ്മ പൊന്നുപോലെ നോക്കണ കുട്ടിയാ അവള്. അത് ഞാൻ മറക്കാൻ പാടുവോ? താങ്ക്സ്. ആ, ആഹാ, ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? അത്രയൊക്കെ അറിയാം. നിക്ക് നിക്ക്, മിടുക്കി. ഞാൻ കുറച്ചും കൂടി വലിയൊരാളെ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് സാരിയാ വാങ്ങിയത്. അവളായി സാരി ചുറ്റാനൊക്കെ. ചെല്ല്, മുറി കൊണ്ട് വെച്ചോ. എന്റെ ഗുരുവായൂരപ്പ, ഈ കാണിക്കണ സ്നേഹമൊക്കെ നാളെ ചില അറിയുമ്പോ പോവോ? അമ്മേ, പേടിച്ചോ? ഏയ്, ഇഷ്ടായ എന്റെ അമ്മേ? നീ എന്താ ഇങ്ങനെ ശോഷിച്ചു പറഞ്ഞേ? വെള്ളമൊന്നും ഞാൻ മുടക്കാറില്ലല്ലോ. ഓ തൊള്ള സെറ്റ് പിച്ചിക്കൊണ്ട് പോണ്ട് കൊറ മുടിയിൽ തിരുകാൻ. എന്താന്നാ തുളസിക്കതിന് മുടിയിൽ ചൂട് നടക്കേണ്ട ഒരു പ്രായേ. ഏയ് ചമ്മണ്ട, ഇത് എനിക്കുള്ളതാ ഈ ഒറ്റയ്ക്കുള്ള വർത്താനം. ജാനകി ഇല്ലേ അപ്പുറത്ത്? ഉവ്, അമ്പലത്തിലേക്കുള്ള ഒരുക്കാണെന്ന് തോന്നുന്നു. വിളിക്കണോ? നെയ്പായസം വിളിക്കേ. എട്ടപ്പേരാ. അയ്യോ, എന്നോട് പിണങ്ങോ? ഏയ്, ധൈര്യമായിട്ട് വിളിച്ചോ. നെയ്പായസം. ഡോ, വേണ്ട വേണ്ട, വേറെ ചിലക്കൂടെ പേരൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വാടോ. ദാ വരണു. എടോ, ഇന്നലെ എത്തി. ആ, നീ ഒന്നുകൂടെ ഉരുണ്ടല്ലോടി. ഓ, അത് പറയാണ്ടിരിക്കുക ഭേദം. ഞാൻ ഒന്ന് തൊഴുതിട്ട് ഓടി വരാം. കുറച്ച് ദിവസമായി അമ്പലത്തിന്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയിട്ട്. താൻ വരണുണ്ടോ? ഇല്ല. ആ, ഒരു കാര്യം ചെയ്, ബാലമണിയെ കൂട്ടിക്കോ. അവൾ ഇവിടെ വന്നിട്ട് ഇതുവരെ തൊഴാൻ പോയിട്ടില്ല എന്നാ പറയണേ. ഞാൻ വിളിക്കാറുണ്ട്, പാവത്തിന് നേരം കിട്ടണ്ടേ. ബാലമണി, പെട്ടെന്ന് റെഡി ആയിട്ട് വാ. അല്ല, അടുക്കളയില് കാലത്ത് കാപ്പിയുടെ ഞാൻ കേറിക്കോളാം അടുക്കളയില്. നീ പെട്ടെന്ന് റെഡി ആയിട്ട് വാ. ഈ ചാൻസ് കളയണ്ട. പോ എളുപ്പം വാ. അതുവരെ നമുക്കൊരു ചെറിയ ലാത്തിയാവാം. പിന്നെ എന്തൊക്കെയുണ്ട്? ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഹായ്. ആള് മാറിയല്ലോ. വഴിയില് ചെക്കന്മാരുടെ കമന്റ് ഉണ്ടാവും. ഏയ്, നീ സൂക്ഷിച്ചു കൊണ്ടോണേ. എവിടെയും കളഞ്ഞിട്ട് പോരരുത് ഞങ്ങളുടെ സുന്ദരി പാറുവിനെ. ഏറ്റു വാ.
ഇനിയിപ്പൊ എത്ര കാലത്തേക്കാ തങ്കം ബാംഗ്ലൂരിൽ തന്നെ നിൽക്കാൻ പോണേ? അവനും കൂടി പോയാ പിന്നെ എങ്ങനെയാ നീ തനിച്ച്? തനിച്ച് ജീവിച്ചു തുടങ്ങിയിട്ട് കൊല്ലം എത്രയമ്മേ? ഇല്ല, അവന്റെ കാര്യങ്ങൾ സെറ്റിൽഡ് അയച്ചാ ഞാൻ ഇങ്ങോട്ട് വരിക. ഇനിയുള്ള കാലം അമ്മയുടെ അടുത്ത്. ഉവ്, വെറും പറച്ചില്ല എന്നെ മോഹിപ്പിക്കാൻ. അല്ലമ്മേ, ഈ ഓട്ടപ്പാച്ചിൽ കൊണ്ട് ഞാൻ തളർന്നു. ഇനി എനിക്ക് റെസ്റ്റ് വേണം. കൃഷ്ണ, നല്ല ബുദ്ധി തോന്നിച്ചല്ലോ നീ. ഈയൊരു നാര് തന്നെ ഉള്ളൂ? ഇതെന്നെ പതിവില്ലാത്തതാ. കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ നിനക്കൊരു മാങ്ങാമാല തന്നിരുന്നില്ലേ? അതെന്തിയേ? അത് വിറ്റിട്ട് ഞാൻ ഹൗസിംഗ് ഫിനാൻസിന്റെ ഒരു ഇൻസ്റ്റാൾമെന്റ് അടച്ചു. ഓ, കേക്കണ്ട പ്രാരാബ്ധം. ഇതെന്ന് തീരും? എന്റെ മോൻ അമേരിക്കയ്ക്ക് പോയി സമ്പാദിക്കട്ടെ. അമ്മേ, ഉം. ഞാൻ അവന്റെ കല്യാണക്കാര്യം സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ട്. കല്യാണോ? ഉം, കാര്യായിട്ടാ നീ? ഉം, അവനോട് പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്. അതിന് തക്കോണം പ്രായമായോ അവന്? പ്രായമാവണേ ഉണ്ടാവുള്ളൂ. എന്നാലും അന്യനാട്ടിലേക്ക് പറഞ്ഞയക്കണതല്ലേ, ഒരു കെട്ട് നല്ലതാ. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ പിന്നെ അവന് നാടുമായിട്ടുള്ള ബന്ധം പോലും അറ്റുപോകും. ഒന്ന് പോ കുട്ടി, വലിയൊരു മുത്തിയമ്മ വന്നിരിക്കണു. 84 കഴിഞ്ഞു, ഇരിക്കണ കണ്ടില്ലേ? പിന്നെയാ നീയ്. ആ, എന്നിട്ട് എവിടെ എത്തി പെണ്ണന്വേഷണം? ഒന്നും അങ്ങടെ ആയിട്ടില്ല. അവൻ പോണേന് മുമ്പ് പറഞ്ഞു ഉറപ്പിച്ചു വെച്ചാ മതിയായിരുന്നു. അമ്മേ, ഞാൻ ബാലമാമനോടൊരു സ്ഥലം വരെ പോവും, ഒരു കാവില് ചെണ്ടമേളം കേൾക്കാൻ. എന്താ പല്ലഷ്ണയില്? ഡാ, പല്ല ശനയല്ല, പല്ല ശന. നാക്ക് പഠിക്കണം ദിവസവും. ഓ, ചില മലയാളം വാക്കൊക്കെ എനിക്ക് ഇംഗ്ലീഷിലേ വരും. ആളുടെ വേഷത്തിലൊരു മാറ്റം വന്നിരിക്കണു. ഇപ്പൊ നല്ല നാടൻ ചെക്കനായി. വന്ന ദിവസങ്ങളിലെ ഹാഫ് ട്രൗസറും കോട്ടും ഒക്കെ ആയിരുന്നു. അതൊക്കെ മാറ്റി ലൈഫിന് ഒരു മലയാളി ടച്ച് കൊടുക്കാൻ പോവാ. എന്താ അമ്മ വിളിച്ച്? എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. എനിക്കും. നമ്മോൻ പറയൂ. അമ്മ പറഞ്ഞോളൂ. പറയൂ കുട്ടി. നോ നോ, ലേഡീസ് ഫസ്റ്റ്. ഉണ്ണിയമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ ഈ വീടായ വീട് മുഴുവനും തെരഞ്ഞെടുക്കണു ഈ കൊഴമ്പൊന്ന് കാലി പരത്താൻ. പാറുട്ടിയമ്മേ, ദാ പരത്തിക്കോളൂ. കാർത്തിയാരി തുടങ്ങിക്കോ. ഉണ്ണിയമ്മേ, കാലം കൊണ്ട് കൊടുക്കൂ. പാറുട്ടിയമ്മ കാല് പിടിച്ചോളൂ, ഞാൻ പരത്തിക്കോളാം. നിക്ക്. ഇതെന്താ ഇപ്പൊ ഒരു പുതുമ? ഒരു കാലുപിടിയും തിരുമലും? എന്താ അത്? അശ്വഗന്ധാദിയ? ആ അതെ. അമ്മേ, ഒന്ന് കാല് നീട്ടി കൊടുക്കൂ. ഇന്നലെയും പറഞ്ഞല്ലോ വേദനയുണ്ടെന്ന്. ഭ്രാന്തുണ്ടോ തങ്കം? ഈ മേലനങ്ങാ കുരുടികള് ആരുടെ വായിന്ന് എന്ത് വീഴുമെന്നറിയാൻ വന്നിരിക്കുക. പേരിനൊരു കുഴമ്പിടിയിലും. പോ അപ്പുറത്ത് പോയി വല്ല പണിയും ചെയ്യാൻ നോക്ക്. എന്നാ പാറുട്ടിയമ്മേ, നമുക്കേ ഈ നിലമൊക്കെ നടിച്ചു തുടച്ചാലോ? ആ, കാർത്തിയാനി ചൂലും വെള്ളം എടുത്തോണ്ട് വന്നോളൂ. ഓടിക്കും രണ്ടിനെ ഞാൻ പോകാനാ പറഞ്ഞ. നടന്നോളൂ. ആ വാതിലടക്കേ. കാർത്തിയാനി വാതിലടയ്ക്കൂ. പാറുട്ടിയമ്മ അടിച്ചോളൂ. ഈ കള്ള കൂട്ടങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. തങ്കം, ജാനു അല്ലേ അത്? അവര് അമ്പലത്തിന്ന് വന്നു. എടോ, ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്താ അത്? സോറി. കിട്ടണം, അങ്ങനെ തന്നെ കിട്ടണം. ജാനുച്ചി പതുക്കെ, എനിക്ക് വേദനിക്കണു. ഒരാള് നല്ലപ്പം ഗുരുവായൂരപ്പനെ തൊഴാൻ പോയത് ദേ ഇങ്ങനെയായി. എന്റെ ഈശ്വര, നമ്മുടെ ആൽത്തറത്തിരിവ് കഴിഞ്ഞ് റോഡിലേക്ക് അങ്ങോട്ട് കേറിയുള്ളൂ. ഒരു സൈക്കിളുകാരൻ വന്ന് ദാ പുറകിൽ കൊണ്ട് ഒറ്റയിടി. ആള് താഴെ. അയ്യോ, എന്നിട്ട്? ഒന്നുമില്ല, കൈമുട്ടിലൊന്ന് പോറി. ഞാനവിടെ ചന്ദൻ ഡോക്ടറെ അടുത്തോണ്ടേ മരുന്ന് വെച്ചു. അപ്പൊ അവൾക്കൊരു തലച്ചുറ്റൽ പോലെ തോന്നി. അതാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. എന്താ, സൈക്കിള് തട്ടിന്നോ? ഉവ്, കാര്യാക്കാനൊന്നുമില്ല. ഇപ്പോഴും വേദനയുണ്ടോ ബാലമണി? തൊഴാൻ പറ്റാണ്ട് പോയതിന്റെ സങ്കടം അവക്ക്. വരണ വഴി മുഴുവൻ അതന്നെ പറച്ചില്. സാരല്ല കുട്ടി, ചെല്ല്. കുറച്ചു നേരം വേണമെങ്കിൽ പോയി കിടക്കുക. നേരെ അടുക്കള കയറണ്ട. ഏയ്, നിക്ക് കിടക്കണ്ട, നിക്ക് വേദനയൊന്നുമില്ല. അതിന്റെ ഒരു യോഗം. ഇങ്ങനെ ദ്രോഹം ചെയ്യരുത് കേട്ടോ. നെഞ്ചില് പെടപ്പ് കയറിട്ട് നടക്കാൻ കൂടി പറ്റുന്നില്ലായിരുന്നു. തിരുമുഖ ആദ്യമായിട്ട് കാണാൻ പോയതല്ലേ, അപ്പോഴേക്കും വന്നു. എനിക്കറിയാം, ആ സൈക്കിളിന്റെ രൂപത്തിൽ വന്നല്ലേ. വെറുതെ അല്ല ആളുകൾ കള്ളകൃഷ്ണൻ എന്ന് വിളിക്കണേ. കള്ളൻ തന്നെയാ, വെണ്ണക്കള്ളൻ, ചേലക്കള്ളൻ. അമ്മമ്മ പറഞ്ഞതേ ഗുരുവായൂരപ്പൻ ആരെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഇയാളെയാണെന്ന്. അതുകൊണ്ട് വെറുതെ ചീത്ത വിളിച്ച് മൂപ്പരെ ദേഷ്യപ്പെടുത്തണ്ട.
എന്റെ കൃഷ്ണ, എനിക്കാ ചെക്കനെ കിട്ടട്ടെ. അന്ന് ഞങ്ങൾ രണ്ടാളും കൂടെ വരും തൊഴാൻ. അന്നേ ഇനി ബാലാമണി വരുന്നുള്ളൂ. മടുപ്പ് തോന്നണില്ലേ ബാലേട്ടന് ഒറ്റയ്ക്കുള്ള ഈ ജീവിതം? കഴിഞ്ഞ 1 വർഷമായിട്ട് അമ്മ കൂടെ പോയതിന് ശേഷം ഒരു ശൂന്യതയുണ്ട്. പിന്നെ പുസ്തകങ്ങളും യാത്രയും അങ്ങനെ അങ്ങ് പോകുന്നു. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യം, മനു ഒരു ദിവസം എന്നോട് ചോദിച്ചു, ബാലമാമയ്ക്ക് അമ്മയെ വലിയ ഇഷ്ടമായിരുന്നില്ലേന്ന്. ഞാൻ അങ്ങോട്ട് വല്ലാണ്ടായി. എങ്ങനെ അറിഞ്ഞാവോ? അയാള് വളരെ ഫ്രണ്ട്ലി ആയിട്ടാ ചോദിച്ചത്. അന്ന് ഞാൻ ഒന്നാമത് തീരെ ചെറുപ്പം, മനസ്സിലുള്ളതൊന്നും ആരോടെങ്കിലും പറയാനുള്ള ധൈര്യമില്ല. അല്ലെങ്കിലും തനിക്കതൊരു വലിയ പ്രശ്നമായിരുന്നില്ലല്ലോ. ഇഷ്ടക്കേടില്ലാന്നേ ഉള്ളൂ. എന്റെ മനസ്സിൽ മാത്രമായിരുന്നു അതൊരു വലിയ ഇഷ്യൂ. സ്വന്തം നില എന്താന്ന് ആലോചിക്കാണ്ട് സ്കൂൾ മാഷായ മോന് വേണ്ടി പെണ്ണ് ചോദിക്കാൻ വന്ന ഒരമ്മ. തന്റെ അച്ഛനെയും ഏട്ടന്മാരെയും കുറ്റം പറയാനും പറ്റില്ല. ചേരേണ്ടതിനോടല്ലേ എന്തും ചേർക്കാവൂ. ചേർച്ചക്കേടൊന്നും ഉണ്ടായിരുന്നില്ല, ആയുസിന് നീളം കുറവായിന്ന് മാത്രം. ദാസേട്ടനാവും. ആ ബാലുണ്ടായിരുന്നു. ഉവ്വ്, തങ്കൊന്ന് ഇവിടം വരെ വരാൻ പറഞ്ഞു. താൻ മദ്രാശി എന്നുള്ള വരവാ? ഇല്ല, ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു. കൊച്ചി ഓഫീസിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോഴേ ഇവള് രാവിലെ തന്നെ ഇവിടെ എത്തണമെന്ന് പറഞ്ഞത്. എന്താടി ഇത്ര അർജന്റ് പ്രശ്നം? പറയാം. നീ പിന്നെയും വല്ലാണ്ടായല്ലോ. ഇപ്പൊ കണ്ട മൂത്തത് നീയും ഞാനും സംശയം ഉണ്ടാവും. ആ, കയ്യില് പൂത്ത കാശും പിന്നെ ഇമ്പോർട്ടഡ് ആയിട്ട് ക്വാളിറ്റിയും, അതല്ലേ ഈ നിത്യയൗവനത്തിന്റെ രഹസ്യം. വാ.